ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ 2026 നടത്തുന്ന പരിസ്ഥിതി ദിന ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. ആദ്യത്തെ ചോദ്യം ഇതാണ്: ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂൺ 5. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നതെന്നാണ് ജൂൺ 5-നാണ്. അടുത്ത ചോദ്യം ഇതാണ്: ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ച വർഷം ഏത്? ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ച വർഷം ഏത്? ഉത്തരം ഇതാണ് 1973. ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ച വർഷമാണ് 1973. ആദ്യത്തെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു? ആദ്യത്തെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു? ഉത്തരം ഇതാണ് ഒരേ ഒരു ഭൂമി. ആദ്യത്തെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു? ഒരേ ഒരു ഭൂമി എന്നായിരുന്നു ആദ്യത്തെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം. അടുത്ത ചോദ്യം നോക്കാം. ഏത് അന്താരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിലാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്? ഏത് അന്താരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിലാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്? ഉത്തരം ഇതാണ് ഐക്യരാഷ്ട്രസഭ. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? ഉത്തരം നോക്കൂ. UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? UNEP. ഫുൾ ഫോം യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം. അടുത്ത ചോദ്യം ഇതാണ്: UNEPയുടെ ആസ്ഥാനം എവിടെയാണ്? UNEPയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഇതാണ് നെയ്റോബി. കെനിയയിലെ നെയ്റോബിയാണ് UNEPയുടെ ആസ്ഥാനം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഏത്? ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഏത്? ഉത്തരം ഇതാണ് കാർബൺ ഡയോക്സൈഡ്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഏതാണ്? കാർബൺ ഡയോക്സൈഡ്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ആഗോള താപനം മൂലം ഭൂമിക്ക് സംഭവിക്കുന്ന പ്രധാന മാറ്റം എന്താണ്? ആഗോള താപനം മൂലം ഭൂമിക്ക് സംഭവിക്കുന്ന പ്രധാന മാറ്റം എന്താണ്? ഉത്തരം ഇതാണ് അന്തരീക്ഷ താപനില ഉയരുന്നു. ആഗോള താപനം മൂലം ഭൂമിക്ക് സംഭവിക്കുന്ന പ്രധാന മാറ്റം എന്താണ്? അന്തരീക്ഷ താപനില ഉയരുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: അന്തരീക്ഷത്തിലെ ദോഷകരമായ അൾട്രാ വയലറ്റ് രശ്മികളെ ഭൂമിയിൽ പതിക്കാതെ സംരക്ഷിക്കുന്ന പാളി ഏത്? അന്തരീക്ഷത്തിലെ ദോഷകരമായ അൾട്രാ വയലറ്റ് രശ്മികളെ ഭൂമിയിൽ പതിക്കാതെ സംരക്ഷിക്കുന്ന പാളി ഏത്? ഉത്തരം ഓസോൺ പാളി. അന്തരീക്ഷത്തിലെ ദോഷകരമായ അൾട്രാ വയലറ്റ് രശ്മികളെ ഭൂമിയിൽ പതിക്കാതെ സംരക്ഷിക്കുന്ന പാളിയാണ് ഓസോൺ പാളി. മറന്നു പോകരുത്, ഓസോൺ പാളി. അടുത്ത ചോദ്യം ഇതാണ്: ഓസോൺ പാളിക്ക് നാശമുണ്ടാകുന്ന പ്രധാന വാതകം ഏതാണ്? ഓസോൺ പാളിക്ക് നാശമുണ്ടാക്കുന്ന പ്രധാന വാതകം ഏതാണ്?
ഉത്തരം ഇതാണ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ, CFC. ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് ഓസോൺ പാളിക്ക് നാശമുണ്ടാക്കുന്ന പ്രധാന വാതകം. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം നോക്കാം. സെപ്റ്റംബർ 16. അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പരിസ്ഥിതി സംരക്ഷണത്തിനായി 1970-കളിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രശസ്തമായ പ്രസ്ഥാനം ഏത്? പരിസ്ഥിതി സംരക്ഷണത്തിനായി 1970-കളിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രശസ്തമായ പ്രസ്ഥാനം ഏത്? ഉത്തരം നോക്കാം. ചിപ്കോ പ്രസ്ഥാനം. പരിസ്ഥിതി സംരക്ഷണത്തിനായി 1970-കളിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രശസ്തമായ പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. അടുത്ത ചോദ്യം ഇതാണ്. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാവ് ആരായിരുന്നു? ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാവ് ആരായിരുന്നു? ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാവ് ആരായിരുന്നു? സുന്ദർലാൽ ബഹുഗുണ. അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യയുടെ ഫോറസ്റ്റ് മാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം നോക്കിക്കോളൂ. ജാദവ് പായങ്. ഇന്ത്യയുടെ ഫോറസ്റ്റ് മാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജാദവ് പായങ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം ഇതാണ്, മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ഇനി ഈ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി തരുകയാണ്. ഈ ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ആൻസർ മനസ്സിലാവും. ഈ വീഡിയോ കൃത്യമായിട്ട് ശ്രദ്ധിച്ചവർക്ക് ഈ ചോദ്യം കാണുമ്പോൾ തന്നെ ഉത്തരം ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ചോദ്യം നോക്കാം. സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്ന പാളി ഏതാണ്? ഇതാണ് ചോദ്യം. ഓപ്ഷൻസ്: അയണോസ്ഫിയർ, ഓസോൺ പാളി, ട്രോപ്പോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ. അപ്പോൾ ഈ ഒരു വീഡിയോ ശരിയായി കറക്റ്റായി ശ്രദ്ധിച്ചവർക്ക് ഈ ഉത്തരം കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഉത്തരം കിട്ടിയവരെല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. കൂടുതൽ വീഡിയോസിന് വേണ്ടി എന്ത് ചെയ്യണം? ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. കൂടെ ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.